മൂന്നാം കുന്നും വീട്, 4 വീട്, 5ന്റെ മുകളിൽ കയറിയിരിക്കുക. നീ ഇരിക്കുന്നിടത്ത് നിനക്ക് ചുറ്റും ഒരു വരയും വരക്ക്, ചുറ്റുവര വരക്ക്. ഈ വരയെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. വരയെപ്പറ്റി ഒരു പാടുണ്ട്, പിന്നെ പറയാം. അങ്ങനെ ഒരു വര അങ്ങോട്ട് വരക്ക്. ബിസ്മില്ലാ. അങ്ങനെ വരക്കുന്ന സമയത്ത് എൻ്റെ ഇടയ്ക്കൊരു ഇൽമു പറഞ്ഞുതരാം. വീട്ടിൽ രാത്രി വാതിലടക്കുന്ന നേരത്ത്, പുറം വാതിലിൻ്റെയും അകം വാതിലും അടക്കുന്ന നേരത്ത് വാതിലിൻ്റെ മുകളിൽ മർനോഷ് എന്നെഴുതുന്നത് നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനോഷ് എന്നെഴുതിയാൽ ആ വീട്ടിലേക്ക് കള്ളന്മാർ പ്രവേശിക്കൂല. മർനോഷ് എന്നത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിലെ കാവൽക്കാരനാണ്. അവരെ പേരാണ്, മറക്കരുത്, മർനോഷ്. ഇത് നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ ഷെയ്ഖ് സമ്മതം തന്ന പ്രകാരം നിങ്ങൾക്കു ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. ജിന്നുകളിൽപ്പെട്ട ഒരു മഹാനായ നേതാവാണ് ഈ വിഷയത്തിൽ എൻ്റെ ഷെയ്ഖ്. അവരിൽ നിന്ന് കിട്ടിയ ഇൽമാണത്. ഒരു ഉപദ്രവത്തിനും ആ വീട്ടിൽ ആ രാത്രി കഴിയൂല. വാതിലടക്കുന്ന നേരത്ത് മർനോഷ്, മർനോഷ്, മീമ് റാ, വിരൽ കൊണ്ട് എഴുതുക, വേറൊന്നുകൊണ്ട് എഴുതരുത്. വലത്ത് കൈയിൻ്റെ ചൂണ്ട് വിരൽ കൊണ്ട് കൂട്ടി എഴുതുക. മീമ് റാ, മർ, നൂന് വാവ്, മർ നൂഷ്. ഷ് സീനല്ല, 3 പുള്ളിയുള്ള ഷീന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനൂഷ്. ഗൾഫിലൊക്കെ പോകുന്നവർ പെണ്ണുങ്ങളോട് അങ്ങനെ കൽപ്പിക്കുക എല്ലാ രാത്രിയിലും. ആ വീട്ടിൽ സന്തോഷത്തിൽ ഉറങ്ങാൻ ഒന്നും സംഭവിക്കില്ല, പേടിക്കല. മുജറബാണ് മർനൂഷ്. പരീക്ഷിച്ച് അനവധി ആളുകൾക്ക് ഫലം കിട്ടിയതാണ്. ആ പ്രദേശത്ത് പലയിടത്തും കള്ളം കയറിയില്ല, അവിടെ കയറില്ല. മാത്രമല്ല രാത്രി പുറത്ത് നിന്നൊരു പിശാചിനെ ഇനി ഇങ്ങോട്ട് കയറാൻ കഴിയില്ല, അകത്തുള്ള പിശാചുകൾ ഉണ്ടാവുന്നേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനൂഷ്. ബിസ്മി പറഞ്ഞാൽ മതി, ബിസ്മി എഴുതണ്ട, ബിസ്മി പറയാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് വായുകൊണ്ട് പറയാം. എന്നിട്ട് മർനൂഷ് എന്നുണ്ട് എഴുതുക. കഴിഞ്ഞു. മനസ്സിൽ ഉറപ്പിക്കുക, എൻ്റെ റബ്ബിനെ സംരക്ഷിക്കും. കാവൽക്കാരനെ നിർത്തി. അപ്പോൾ അവരവിടെ ഉണ്ടാവും, അവരെ ആളുകളുണ്ടാവും. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ത്, അവരുടെ പേരുകൾ ഇങ്ങനെ വട്ടത്തിൽ എഴുതിയിട്ട് ഖിത്മീറിന് വരെ എഴുതിയിട്ടാണ് എന്ത് ചെയ്യുക, ഏറ്റവും വലിയ ചുമരുമ തൂക്കും. അതായത് വാതിൽ തുറന്ന നേരെ കാണുന്ന ചുമരുമലാണ് തൂക്കും. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. മമ്പർത്തൊക്കെ പോകുമ്പോൾ അങ്ങനത്തത് കിട്ടും. മമ്പർത്താണത് സാരമായി വിറ്റിരുന്നത്. വട്ടത്തിൽ ഇങ്ങനെ അങ്ങനെ ഓരോന്നും പേരെഴുതി, 7 ആളെ പേരെഴുതിയിട്ട് നടുവിൽ ആരെ പേരും എഴുതും, ഖിത്മീർ അത് എഴുതും. അത് ഫ്രെയിം ചെയ്യും. അക്കാലത്ത് വാതിലിന് നേരെ മുന്നിലവിടെ തൂക്കും. അതൊരു കാവലാണ്. ഒരുപാട് അവരെ ഖദ്ദാമ്യങ്ങളോടെ ഉണ്ടാവും. ഒരു 10 വയസ്സ് എവിടെയെങ്കിലും വെച്ചാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. മൈസറക്കു മോഷ്ടിക്കപ്പെടൂല. മുജറബാണ്. പുറത്തു വെക്കണം എന്നല്ല, വെക്കേണ്ട ഒരു സേഫിലെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെല്ലുക. ഇതിലേറ്റവും നല്ലൊരു വഴിയാണ് ഇത് മർനൂഷ്. ഇതൊരു ഇജാസത്താണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളെ ഭാര്യമാർക്കും ഉപയോഗിക്കാം. ഒരു കാര്യം അതിൻ്റെ വൃത്തിയിലായാലേ അതിൻ്റെ ബറക്കത്ത് നിലനിൽക്കുള്ളൂ എന്നതാണ് കാരണം. എന്ത് കാര്യം അത് അവരുപയോഗിക്കണം, അപ്പോഴേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അല്ലാതെ കണ്ടവർക്ക് സോഷ്യൽ മീഡിയയിൽ വിട്ട് അതിന് ഫലം ഉണ്ടാവില്ല. ഏതൊരു കാര്യത്തിനും അങ്ങനെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു. അതേപോലെ തന്നെയാണ് ബദരീങ്ങൾ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബദരീങ്ങൾ ഒരു വട്ടെങ്കിലും ഫാത്തിഹ, ഇതൊക്കെ കാവലിന് നല്ലതാണ്. ഒരാൾ എന്ത് ചെയ്തു, അയാളുടെ ധനം നഷ്ടപ്പെടുന്നതായി സ്വപ്നം കണ്ടു. അപ്പോൾ ആ സ്വപ്നം കണ്ടപ്പോൾ ഒരു മുഅബ്ബിറിൻ്റെ അടുത്ത് പോയി. ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഞാൻ എല്ലാം ചെല്ലിയാണ് കിടക്കാറുള്ളത്. അപ്പോൾ മുഅബ്ബിർ പറഞ്ഞല്ലേ, ജ്ഞാനിയായ മുഅബ്ബിർ പറഞ്ഞു, ഈ റസൂലുള്ളാഹിക്ക് ഫാത്തിഹ ഒന്നും തോന്നുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഈ കാവൽക്കാർക്ക് ആ കൂട്ടത്തിൽ ഓതുന്നില്ല. അത് റസൂലുള്ളാഹിക്കും ഇഷ്ടമല്ല. ആരാ കാവൽക്കാർ? അത് ബദരീങ്ങളാണ്. റസൂലുള്ളാഹിക്ക് ഓതണമെങ്കിൽ ആർക്ക് ഓതണം? പ്രത്യേകിച്ച് രാത്രി ഉറങ്ങണതിന് മുമ്പ് ഒരു ഫാത്തിഹ റസൂലുള്ളാഹിക്ക് ഓതണമെങ്കിൽ ആർക്ക് ഓതണം? കാവലിനെ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് ബാധകവുമാണ്. നിന്റെ മേൽ നീ വരക്കണം ദാഇറത്തൻ, ഒരു വരയെ. പിന്നീട് വരയെ പറ്റി പറയും. ഫിൽ അർളി, ഭൂമിയിൽ. അത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതൊക്കെ പറയേണ്ടി വന്നു.